ഭാഗവത കഥകളിലൂടെ, ചരിതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ഓരോ കഥയ്ക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഭാഗവതം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭഗവാൻ വേദവ്യാസൻ ദുഃഖിതനായിട്ട് ഇരിക്കുന്ന വേദവ്യാസൻ വേദങ്ങളെ നാലായിട്ട് പകുത്ത വേദവ്യാസൻ പൂർവമീമാംസയും ഉത്തരമീമാംസവും വേർതിരിച്ച ജൈമിനിയോടൊപ്പം കർമ്മമണ്ഡലത്തില് പ്രവർത്തിച്ച വേദവ്യാസൻ 1,25,000 ശ്ലോകങ്ങളിലൂടെ തന്റെ തന്നെ കർമ്മമണ്ഡലം വിവരിച്ച വേദവ്യാസൻ, ബന്ധനങ്ങളില്ലാതെ എല്ലാ കർമ്മങ്ങളും ഒരു മനുഷ്യായുസിൽ ചെയ്ത വേദവ്യാസൻ അദ്ദേഹം ദുഃഖിതനായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാ നാരദ മഹർഷി വന്ന് ചോദിച്ചത്, എന്തേ ഇത്ര ദുഃഖം? അപ്പം നമ്മളിൽ പലരും, നിങ്ങളിൽ പലരും വേദമന്ത്രങ്ങൾ രാവിലെ കേൾക്കുന്നുണ്ട്, അർത്ഥ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട്. രാവിലെ 7:15 നമ്മളുടെ വേദ സന്ദേശം കേൾക്കുന്നുണ്ട്. അതിൽ പ്രകൃതിയോടുള്ള ഭക്തിയല്ലേ ഉള്ളത്? പ്രകൃതിയോടുള്ള സ്തുതി, പ്രകൃതി വിവരണം, അങ്ങനെ മനുഷ്യന് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള പ്രകൃതിയോടുള്ള സ്തുതിയാണ്. മഹാഭാരതത്തിലെ 1,25,000 ശ്ലോകങ്ങൾ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അത് കഴിഞ്ഞ് പൂർവമീമാംസയും ഉത്തരമീമാംസയും നമ്മുടെ ശങ്കരാചാര്യർ എഴുതിയ അദ്വൈതത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ളതാണ് ഉത്തരമീമാംസ. അത് വേദവ്യാസ കൃതിയാണ്. അപ്പൊ ഇവിടെയൊക്കെ പക്ക ഭക്തി എന്നുള്ളതില്ല, പക്ക ഭക്തി എന്നുള്ളതില്ല. ഭഗവത്ഗീതയിൽ പോലും ഇല്ല. ഭഗവത്ഗീത നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട് പോകുമ്പോൾ ശ്രീകൃഷ്ണൻ നൽകിയിരിക്കുന്ന വരികൾ കേട്ട് ത്രില്ഡ് അടിച്ചാണ് നമ്മൾ കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുന്നത്. കൃഷ്ണൻ പോലും ഇവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞതാണ്. ഇവര് ഭാവഭാവിത, എന്റെ ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പൂർവീകരുടെ വഴിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ പറഞ്ഞിരിക്കുന്നത് അവസാനം ധർമ്മത്തിൽ നിലനിൽക്കാനാണ്, യുദ്ധമനുഷ്ഠിക്കാനാണ്. അല്ലെങ്കിൽ കർമ്മം ഒരു യുദ്ധത്തിന്റെ ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉപയോഗിച്ച് പാലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭാഗവതത്തിലേക്ക് കടന്ന് പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് വിവരിച്ചു കൊടുക്കുമ്പോൾ അത് ചിലപ്പോ ഭഗവത്ഗീത കേട്ട്, വേദം കേട്ട്, മറ്റ് നല്ല കുടുംബ ജീവിത കാര്യങ്ങളിലെ പ്ലസുകളും മൈനസുകളും എല്ലാം കേട്ട് വരുന്നവർക്ക് ഈ കഥകളിലെ ചില ഭാഗങ്ങൾ, ഒരാൾക്ക് 100 പുത്രന്മാരുണ്ടായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. അങ്ങനെ പറ്റുമോ? അപ്പൊ യഥാർത്ഥത്തില് കഥകളിൽ കുറച്ച് എക്സാജറേഷൻ ഉണ്ട്. ഭക്തിയെ വളരെ കാര്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ കുറെ എക്സാജറേഷൻ ഉണ്ട്, അതിശയോക്തിയുണ്ട്. എന്തിനാത്? അത്രയും അതിശയോക്തി കലർത്തി കൊടുത്താലേ അതിലെ കുറച്ചെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ചേ കൊടുത്തുള്ളൂ എങ്കിൽ അതിൻ്റെയും 10% എടുക്കുള്ളൂ. ഒരു 100 ഗ്രാം കൊടുത്താൽ 10 ഗ്രാം എടുക്കും. കാരണം കഥയാണ് എന്ന് പറഞ്ഞു. അപ്പൊ 10 ഗ്രാമേ കൊടുത്തുള്ളൂ എങ്കിലോ 1 ഗ്രാമേ എടുക്കുള്ളൂ. അപ്പൊ കൂട്ടി അങ്ങ് ഈശ്വരന്റെ ഞാൻ തന്നെ മകനായിട്ട് വരാം എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ എന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഈശ്വരീയമായ ഗുണങ്ങളുള്ള ഒരു പുത്രൻ നിങ്ങൾക്കുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഭാഗവതത്തിലെ അല്ലെങ്കിൽ പുരാണങ്ങളില് അതിശയോക്തി അത് കഥയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. ചരിത്രമല്ല, ഹിസ്റ്ററി അല്ല, സ്റ്റോറിയാണെന്ന് ഓർമ്മിപ്പിക്കാനാണ്.
ഒരു ചെറിയ ഉദാഹരണം വേറെ രീതിയിൽ പറയാം. പണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നിവേദ്യത്തിന് രാജാവിനോട് ചോദിച്ചു എത്ര കദളിപ്പഴം അയക്കണമെന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും രാജാവ് നേരിട്ട് ഇൻസ്ട്രക്ഷനാണ്. ചെറിയ കാര്യം പോലും രാജാവ് നേരിട്ട് ഇൻസ്ട്രക്ഷനാണ്. അവിടെയുള്ള കാര്യസ്ഥരോ കാര്യക്കാരോ ഒന്നും അല്ല ചെയ്യുന്നത്. അപ്പൊ കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു 36 പഴം കൊടുക്കണം എന്ന് പറഞ്ഞു. 36 കദളിപ്പഴം പത്മനാഭന് രാവിലത്തെ നിവേദ്യത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട കാര്യക്കാരൻ, ശ്രീകാര്യം എന്നർത്ഥം, ശ്രീകാര്യം എന്ന സ്ഥലത്തിന്റെ പേരല്ല, ശ്രീകാര്യം എന്ന് വെച്ചാൽ കാര്യക്കാരൻ എന്നാണ് അർത്ഥം. അദ്ദേഹം താമസിച്ചിരുന്നത് ശ്രീകാര്യത്തായതുകൊണ്ട് ആ സ്ഥലത്തിന് ശ്രീകാര്യം എന്ന് പേര് വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന ഗ്രൂപ്പിന് താമസിക്കാൻ കൊടുത്തിരുന്ന സ്ഥലമാണ് കാര്യവട്ടം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ വട്ടം പ്രകാരം, വട്ടം എന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക്കും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവർ താമസിക്കാനാണ് കാര്യവട്ടത്ത്. അതാണ് ആ സ്ഥലത്തിന് കാര്യവട്ടം എന്ന പേരുണ്ടായത്. ശ്രീകാര്യം, കാര്യവട്ടം. ശ്രീകാര്യം എന്ന് വെച്ചാൽ മൊത്തം ഗൈഡ് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ 36 പഴം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ശ്രീകാര്യത്തിനൊരു കാര്യക്കാരനൊരു സംശയം, എത്ര വേണോന്ന് ചോദിച്ചു രാജാവിനോട്. ഇപ്പൊ രാജാവ് പറഞ്ഞത്, ആ 36 പഴം എഴുതിയാൽ അത് എഴുതുന്ന സ്ഥലത്ത് നിന്ന് കലവറയിലേക്ക് നിർദ്ദേശം പോയി, കലവറക്കാരൻ അതെടുത്ത് അവിടെയുള്ള ഉത്തരവാദിത്തമുള്ളവന് കൊടുത്ത് അവൻ അതെടുത്ത് ഡോക്യുമെന്റ് ചെയ്ത് അടുത്ത കൈക്കാരന് കൊടുത്ത് അതിലൂടെ അത് ക്ഷേത്രത്തിനകത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്ത് അവസാനം അത് തടപ്പള്ളിയിൽ പോയിട്ട് കഴുകി വൃത്തിയാക്കി പത്മനാഭന്റെ മുമ്പിൽ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 പഴമെങ്കിലും ഉണ്ടാവണമെങ്കിൽ 36 എണ്ണം ഇവിടുന്ന് കൊടുത്തയക്കണം. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പല കൈകളിലൂടെ കടന്ന് പഴം ശ്രീപത്മനാഭന്റെ മുമ്പിൽ നേദിക്കാൻ എത്തണമെങ്കിൽ 36 പഴം ഇവിടുന്ന് കൊടുത്തയച്ചാലേ അവിടെ 3 എണ്ണമെങ്കിലും എത്തുള്ളൂ. ആരോടാ പറയുക എന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഇത് ശ്രീപത്മനാഭന്റെ അവിടെ സംഭവിച്ചതാണ്. അപ്പൊ യഥാർത്ഥത്തില് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാലേ അതിശയോക്തിയും കുറെ അധികം ഭക്തി അങ്ങോട്ട് കൂട്ടി പറഞ്ഞാലേ കുറച്ചെങ്കിലും ഭക്തി അത് വായിക്കുന്നവനും ഉൾക്കൊള്ളുന്നവനും എത്തുള്ളൂ. അതേസമയത്ത് മഹാഭാരതത്തിൽ അത്ര ഭക്തി വേണ്ട, രാമായണത്തിലും അത്ര ഭക്തി വേണ്ട, അതുപോലെ ഭഗവത്ഗീതയിലും അത്രയ്ക്ക് ഭക്തി വേണ്ട. 1, 2, 3 വാക്കുകളിലൂടെയല്ലേ അവരോട് ഭക്തി പറയുന്നുള്ളൂ. അവിടെ വേണ്ടത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്, എപ്പിക്കാണ്. അതിൽ നിന്ന് നമ്മൾ ശരിക്ക് ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ആ ജീവിതാനുഭവങ്ങളിൽ അതിശയോക്തി പറഞ്ഞാൽ അത് ആൾക്കാർ വിശ്വസിക്കില്ല. കഥകളിൽ അതിശയോക്തി പറഞ്ഞാൽ കഥകളല്ലേ സ്വാഭാവികമായിട്ടും എടുക്കേണ്ടത് നമുക്ക് എടുക്കാം. അപ്പൊ ശ്രീപത്മനാഭന്റെ കദളിപ്പഴം മാതിരി നമ്മൾ ഓർമ്മിക്കാനുള്ളത്, കഥകളില്, ഹൈന്ദവ കഥകളില് ധാരാളം അതിശയോക്തി ഉണ്ടാവാൻ കാരണം ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് തട്ടണമെങ്കിൽ കുറെ കൂടുതൽ പറയണം. നിങ്ങൾ കുട്ടികളോട് കഥ പറയുമ്പോൾ നോക്കിക്കോളൂ, കുറെ അതിശയോക്തി കലർത്തി കുറെ വികാരത്തോടുകൂടി ഫേഷ്യൽ എക്സ്പ്രഷനോടുകൂടി പറഞ്ഞു കഴിഞ്ഞ് ആ കുട്ടിയോട് കഥ തിരിച്ചു പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ 10% ആ കുട്ടി കഥ തിരിച്ചു പറയുള്ളൂ. നിങ്ങൾ പറയുന്ന വലുതായിട്ട് ഒന്നും ആ കുട്ടി പറയില്ല. എന്തേ കാരണം? അത്രയും അതിശയോക്തി കലർത്തി പറഞ്ഞതുകൊണ്ട് കുറെയെങ്കിലും മനസ്സിനകത്തേക്ക് പോയി. അതാണ് ലക്ഷ്യം. അപ്പൊ നമ്മളിനി ഭാഗവതത്തിലേക്ക് കടക്കുന്നു. ഋഷഭചരിതം. ഋഷഭചരിതത്തില് നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാറ് നല്ല ഗംഭീരമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ വെട്ടിച്ചുരുക്കിയിട്ട് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും യോജിക്കുന്ന വിധത്തിലായിരിക്കും പറയുന്നത്. നാഭി എന്ന രാജർഷിയാണ്. രാജർഷിയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് ജനകാദയ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജനകനെ പോലെ ബന്ധനമില്ല.
ആരോടും ബന്ധനമില്ലാതെ എല്ലാവരോടും ബന്ധം നിലനിർത്തിക്കൊണ്ട് രാജ്യം ഭരിച്ച ഒരു രാജാവിന്റെ പേരാണ് നാഭി. പ്രസന്നനായ രാജർഷിയിൽ പ്രസന്നനായ ഭഗവാൻ നാഭിയുടെ ധർമ്മപത്നിയായ മേരുദേവിയില് ഒരു ഈശ്വരീയമായ സർവ ഐശ്വര്യങ്ങളും ദൈവിക ഗുണങ്ങളുമുള്ള പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹം ചൊരിക്കും. അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹം ചൊരിക്കും. യഥാർത്ഥത്തില് ഈ നന്മ നിറഞ്ഞ ഐശ്വര്യമുള്ള ചൈതന്യവത്തായ, നിങ്ങളൊരു പക്ഷെ വൈറലായിട്ട് പോയിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ, സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു കുട്ടി ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഏതൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ആ മന്ത്രങ്ങളുടെ ഓരോ വരിയും പറഞ്ഞ് ലാസ്റ്റ് പാർട്ടാവുമ്പോൾ ആ കുട്ടി അത് ഏറ്റു പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. എന്തൊരു ഐശ്വര്യമാണ്. അങ്ങനെ ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? ദൈവീകമായ ഒരു സന്തതി, ദൈവീകമായിട്ടുള്ള ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കുട്ടി ചിരിക്കുന്നതും, അതുപോലെ തന്നെ ആ മന്ത്രം സംസാരിക്കാനൊന്നും ആയിട്ടില്ല, കിടക്കാണ്, എന്താ കമഴ്ന്ന് കിടക്കാൻ പോലും ആയിട്ടില്ലാത്ത കുട്ടി ആ മന്ത്രത്തിന്റെ ലാസ്റ്റ് പാർട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയ കുട്ടിയാണ്. ഗുരുവായൂരപ്പനെ ഭജിച്ച് കിട്ടിയതാണ്. ശ്രീപത്മനാഭനെ കുറെ കാലം ഭജിച്ച് അങ്ങനെ പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുട്ടിയാണ്. എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി തന്നെ ഈശ്വരീയ അനുഗ്രഹം കൊണ്ട് ലഭിച്ച നാഭി രാജാവിന് ലഭിച്ച ഒരു പുത്രൻ, ദിവ്യ പുരുഷനായ അദ്ദേഹത്തിന് ഋഷഭദേവൻ എന്ന് പേര് കൊടുത്തു. ഋഷഭദേവൻ എന്ന് പേര് കൊടുത്തു. അപ്പൊ ഋഷഭദേവന്റെ ചരിതമാണ് നാഭി എന്ന രാജർഷിയില് രാജ്യം ഭരിക്കുന്ന, ഋഷിതുല്യനായി രാജ്യം ഭരിക്കുന്ന നാഭി രാജാവിന് ലഭിച്ച ഈശ്വരീയ ഗുണങ്ങളുള്ള പുത്രനാണ് ഋഷഭദേവൻ. ഭഗവാന്റെ ലക്ഷണങ്ങൾ ഋഷഭനിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ശങ്കരാചാര്യര് ദിവ്യമായ അനവധി ലക്ഷണങ്ങൾ ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നു. മാധ്വാചാര്യർക്കും ദിവ്യമായ അനവധി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. രമണ മഹർഷിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനും ദിവ്യ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ നാരായണ ഗുരുദേവന്റെ പുസ്തകം പരമേശ്വർജി എഴുതിയതുണ്ട്, അനവധി വ്യക്തികൾ എഴുതിയതുണ്ട്. ആ വയൽവാരം വീട്ടില് നാരായണ ഗുരുദേവൻ ചിക്കൻ ബോക്സ് വന്നപ്പോഴും അല്ലാത്ത സമയത്തുമെല്ലാം ആരാധന നടത്തി ജീവിച്ചത് ആ പ്രദേശത്തുള്ള എല്ലാ വ്യക്തികൾക്കും ഷോക്കായിരുന്നു. അത്രയും ദൈവിക ഗുണങ്ങൾ നിറഞ്ഞിരുന്ന, ചെറുപ്പത്തിലെ ദൈവിക ഗുണങ്ങൾ നാരായണ ഗുരുദേവനിൽ നിറഞ്ഞു നിന്നിരുന്നു. എല്ലാവർക്കും ബഹുമാനായിരുന്നു. അച്ഛനും അമ്മയ്ക്കും പോലും ഈ കുട്ടിയെ കണ്ട് തൊഴണമെന്ന് തോന്നിയിരുന്നു നാരായണ ഗുരുദേവനെ കണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് ദൈവിക ലക്ഷണങ്ങൾ, ഈശ്വരീയ ഗുണങ്ങളുള്ള കുട്ടി. സമഭാവന, ശാന്തി, ബന്ധനമില്ലായ്മ, ഐശ്വര്യം തുടങ്ങിയ ഈശ്വര ഭാവങ്ങള് ഈ ഋഷഭദേവനില് അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു. നന്മകള്, ഐശ്വര്യപൂർണമായ ചിന്താധാരകള്, വാക്കുകള്, പ്രവൃത്തികള്, വീക്ഷണങ്ങള്, ലക്ഷ്യങ്ങള്, ലക്ഷണങ്ങള് ഇതെല്ലാം നിറയുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്താ പറയുക, ഈ ഭഗവാന്റെ അവതാരമാണ് എന്ന് പറയുന്നത്. ജ്യോതിസ്വരൂപം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് പറയുന്ന വാക്കാണ് അവതാരം. അപ്പൊ പ്രജകളുടെ, ബ്രഹ്മജ്ഞാനികളുടെയും അതുപോലെ ദൈവിക ഗുണമുള്ളവരുടെയും അനുഗ്രഹാശീസുകളോടുകൂടി അദ്ദേഹം രാജ്യഭരണം ആരംഭിച്ചു. ദേഹകാന്തി കൊണ്ടും ബലം കൊണ്ടും വീര്യം കൊണ്ടും യശസ് കൊണ്ടും അദ്ദേഹം സർവദാ ഋഷഭദേവൻ എന്ന പേരിന് അർഹനായിരുന്നു. അപ്പൊ ഒരു ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഒരാൾ പറഞ്ഞിരുന്നു, ഭഗവത്ഗീത പറയുമ്പോൾ, ഭാഗവതം പറയുമ്പോൾ രാഷ്ട്രീയം പറയേണ്ടെന്ന്. ശരിക്ക് രാഷ്ട്രീയം പറയുന്നതിനിടയ്ക്കാണ് ഭഗവത്ഗീതയും ഭാഗവതവും പറയേണ്ടത്. ഭാരതത്തിൽ രാഷ്ട്രീയമില്ലാത്ത, രാഷ്ട്രമില്ലാത്ത, രാജകീയ പ്രൗഢിയില്ലാത്ത, സൈന്യങ്ങളുടെ വിവരണമില്ലാത്ത, ഭരണം എന്ന വാക്കുകളില്ലാത്ത ഏതെങ്കിലും ഒരു കഥയുണ്ടോ? ഇത്രയും ദിവസം നമ്മൾ പല കഥകളും വായിച്ചല്ലോ. ധ്രുവന്റെ വായിച്ചു, പ്രാചീന വർഗീസിന്റെ വായിച്ചു. ആരുടെയൊക്കെയാ വായിച്ചത്? എല്ലാം രാഷ്ട്രീയമല്ലേ? രാഷ്ട്രവും ഭരണവുമായി ബന്ധപ്പെട്ടത് എല്ലാം രാഷ്ട്രീയമാണ്. മീശ വയ്ക്കാത്ത രണ്ടുപേരുടെ ചരിതം മാത്രമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്നൊരു പോലീസിന്റെ ട്രോളിംഗ് ഉണ്ട്. എന്താ, ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും എന്തെങ്കിലും ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ മൂക്കിന് താഴെ മീശയുള്ളവൻ പ്രതികരിക്കാതിരിക്കില്ല എന്ന്.
ഇവ രണ്ടു പേര് പറയും, മൂക്കിന് താഴെ മീശയുള്ളവര് പ്രതികരിക്കും, അപ്പുറത്തുള്ള ആള് മൂക്കിന് താഴെ മീശയുണ്ടെങ്കിൽ പ്രതികരിക്കും. എന്നിട്ട് ചുവട്ടില് രണ്ടുപേരുടെ ഫോട്ടോ, അതിൽ രണ്ടിനും മീശയില്ല. അപ്പൊ ഇവിടെ നോക്കുക, ഋഷഭദേവന്റെ ധാർമ്മികത, ആ കുലീനത, രാഷ്ട്രഭാരം നമ്മുടെ ശ്രീരാമനും അതുപോലെയുള്ളവരെല്ലാം നടത്തിയിരുന്നത് എങ്ങനെയാണോ രാമരാജ്യം എന്ന് മഹാത്മാഗാന്ധി ഇടയ്ക്ക് സത്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ്. ആ ഋഷഭദേവനും അതുമാതിരിയാണ് രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം ഋഷഭൻ എന്ന പേരിന് എല്ലാവിധത്തിലും അദ്ദേഹം ദേവൻ എന്ന പേര് കൂടിച്ച് ഋഷഭദേവൻ എന്ന പേരിന് അർഹനായിരുന്നു. ചിലപ്പോഴൊക്കെ ഇന്ദ്രനോടുള്ള സ്പർദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മനസ്സിനോട് ഉള്ള സ്പർദ്ധ എന്ന് വെച്ചാൽ മനസ്സിന്റെ അഹങ്കാരം, അസൂയ തുടങ്ങിയതെല്ലാം ഇങ്ങനെ തികച്ചു വരുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രകൃതിയിൽ നമുക്ക് കാണുന്ന നിമിത്തങ്ങളെ അതിജീവിക്കാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പുഞ്ചിരി തൂകിക്കൊണ്ട് ഋഷഭദേവൻ സ്വന്തം യോഗശക്തി ഉപയോഗിച്ച് ഈ ജനതയെ നല്ല രീതിയിൽ വാശിയും വൈരാഗ്യവും പകയും ഇല്ലാത്ത ലെവലിലേക്ക് കൊണ്ടുപോയിരുന്നു. ഋഷഭദേവന്റെ സൈന്യങ്ങളെയും ഋഷഭദേവന്റെ കുടുംബാംഗങ്ങളെയും പ്രജകളെയും കൂടെ ഉള്ള എല്ലാവരെയും നന്മയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയത് യോഗശക്തി കൊണ്ടാണ്. പ്രകൃതിയെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള അസാമാന്യ കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഋഷഭദേവൻ. ദൈവീക ഗുണങ്ങൾ നിരന്തരം അദ്ദേഹത്തിൽ വാർന്നൊലിച്ചിരുന്നു. പുത്രന്റെ ഈശ്വരഭാവം കണ്ടറിഞ്ഞ് നാഭി എന്ന രാജർഷി രാജ്യത്തെയും പ്രജകളെയും പൂർണ്ണമായി മകനെ ഭാരമേൽപ്പിച്ചിട്ട് ധർമ്മപത്നിയോടൊപ്പം ഈശ്വര ഭാവനയിൽ തന്നെ മുഴുകി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അപ്പൊ ഈ നന്മ നിറഞ്ഞ മനുഷ്യര് ഇവിടെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒരു ഗുണവുമില്ലാത്ത തേങ്ങാപ്പിണ്ണാക്ക് മാതിരിയുള്ള മക്കളെയാണ് അധികാരത്തിലേറ്റാൻ വേണ്ടി, മക്കളെയും മരുമക്കളെയും ഒക്കെയാണ് അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. മകന്റെ ഈശ്വരീയ ഗുണങ്ങളും നന്മകളും കണ്ടിട്ടാണ് ഈ ശരിക്കും നാഭീദേവൻ അദ്ദേഹം തന്റെ മകനെ എല്ലാം ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. ഹിരണ്യകശിപു തന്റെ നന്മകള് മുഴുവനും കണ്ട് ആ പ്രഹ്ലാദൻ എന്ന പുത്രനിൽ അധികാരമേൽപ്പിച്ചില്ല. കാരണം തന്നെ കുറിച്ച് ഹിരണ്യായനമാന്ന് പറഞ്ഞാലേ ഇവൻ നന്നാവുള്ളൂ എന്ന് വിചാരിച്ച അസുരവംശ രാക്ഷസ വംശത്തിൽ ജനിച്ച ആളാണ് ഹിരണ്യകശിപു. പ്രഹ്ലാദൻ രാക്ഷസ കുലത്തിൽ ജനിച്ചുവെങ്കിലും ഈശ്വരീയമായ നന്മകൾ ഓട്ടോമാറ്റിക്കലി രാജാവുകയാണ് ചെയ്തത്, ആരും ഏൽപ്പിച്ചതല്ല. ഇവിടെ മകന്റെ മഹത്വം കണ്ട് തന്നേക്കാൾ നന്നായിട്ട് രാജ്യം ഭരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാഭി ഋഷഭദേവന് അധികാരമേൽപ്പിച്ചത്. തന്നേക്കാളും നല്ല രീതിയിൽ കക്കും, തന്നേക്കാൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും, തന്നേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളെ പറ്റിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്രൈറ്റീരിയ എന്ന് ഞാൻ പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ ഇപ്പൊ നമ്മൾ കാണുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇപ്പൊ മുഴുവൻ അങ്ങനെയല്ലേ? എത്രയാ തിന്മകൾ ആരാണോ കൂടുതൽ ചെയ്യുന്നത്? മക്കള് രണ്ടും നെഗറ്റീവിന്റെ നെഗറ്റീവാണ്, അവനെ പിടിച്ചിട്ടാണ് ഉയരത്തിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഭാഗവതം പിന്തിരിപ്പനും ഇതുമാതിരിയുള്ള ആൾക്കാർ ചെയ്യുന്നത് മുന്തിരിപ്പനും. ഇവര് പറയുന്നതും ഇവർ ചെയ്യുന്നതും പുരോഗമനം, സംസ്കാരം, അത് വികാസം, അങ്ങനെയുള്ളതെല്ലാം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും വഴിയിലൂടെ പോയ നാഭി എന്ന് പറയുന്ന രാജർഷിയുടെ പുത്രനായ ഋഷഭദേവൻ അത്ര ധന്യമായി രാജ്യം ഭരിക്കുമെന്ന് ഉറപ്പിച്ച അച്ഛൻ ഉത്തരവാദിത്വം മകനെ ഏൽപ്പിച്ചു പോയി. അത് പിന്തിരിപ്പൻ. നമ്മൾ ഇതും കൂടി അറിയണം. നമ്മൾ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കും. അടുത്തത്, ഋഷഭദേവനാകട്ടെ ജയന്തിയെ വിവാഹം കഴിച്ചു. ശ്രുതി സ്മൃതി പ്രോക്താക്കളായ കർമ്മങ്ങളെല്ലാം വേണ്ട പോലെ അനുഷ്ഠിച്ചു. ശ്രുതി സ്മൃതി ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഓർക്കണം. വൈദികമായ യാഗയജ്ഞ കർമ്മങ്ങൾ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഷോഡശ കർമ്മങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്മൃതി അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും അദ്ദേഹം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു.
അദ്ദേഹം ജയന്തിയെ വിവാഹിച്ചു. മഹാഗൃഹസ്ഥനായി ജീവിതം തുടർന്നു. നല്ല ഒരു ഗൃഹസ്ഥനായി. നമ്മൾ നോക്കുക, നല്ല ഒരു രാജാവ് നല്ല ഒരു ഗൃഹസ്ഥനാകാം, നല്ല ഒരു ചെയർമാൻ, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ഉദ്യോഗസ്ഥൻ, നല്ല ഒരു രത്തൻ ടാറ്റയെ, മുകേഷ് അംബാനിയെ പോലെയുള്ളവരൊക്കെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഇൻഡസ്ട്രി തുടങ്ങുമ്പോഴും അവർക്ക് ജീവിതവും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഈ രാജ്യം ധന്യമായിട്ട് ഭരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ശ്രേഷ്ഠനായ ഒരു ഗൃഹസ്ഥനായിരുന്നു. വൈദിക കർമ്മങ്ങൾ നല്ലോണം അനുഷ്ഠിച്ചിരുന്നു, പൗരാണിക കർമ്മങ്ങളും അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന് 100 പുത്രന്മാർക്ക് തുല്യ ചൈതന്യമുള്ള പുത്രന്മാരുണ്ടായി. 100 പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നത് തലയ്ക്കകത്ത് കേറില്ല. നമ്മൾ സാധാരണ പറയാറുള്ളത് 100 പുത്രന്മാർക്ക് തുല്യനായിട്ടുള്ള, വിനായക ചതുർത്ഥി ദിവസം ഗണപതിക്ക് ഒരു പ്രദക്ഷിണം വെച്ചാൽ 100 പ്രദക്ഷിണം വെക്കുന്നതിന് തുല്യമാണ്. 100 പ്രദക്ഷിണം, അതുകൊണ്ട് 100 പ്രദക്ഷിണം വെക്കണ്ട എന്നർത്ഥമില്ല. കമ്പാരിസൺ യഥാർത്ഥത്തിൽ നമ്മൾ അറിയാനുള്ളത് 100 പുത്രന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദശകൂപ ഏകവാപി, ദശവാപി ഏകനദി, ദശനദി ഏകപുത്ര, ദശപുത്രോ ഏകവൃക്ഷ. ഇത് 9ാം നൂറ്റാണ്ടിൽ എഴുതിയ വൃക്ഷായുർവേദത്തിലുള്ള ഒരു പുസ്തകം. ദശകൂപ ഏകവാപി. 10 കിണർ നിർമ്മിക്കുന്നത് ഒരു കുളം നിർമ്മിക്കുന്നതിന് തുല്യമാണ്. അക്ഷരാർത്ഥത്തിൽ അത് തുല്യമല്ല, പക്ഷേ വീക്ഷണാർത്ഥത്തിൽ അത് ശരിയാണ്. ദശവാപി ഏക നദി, 10 കുളം നിർമ്മിക്കുന്നത് ഒരു നദിക്ക് തുല്യമാണ്. ദശനദി ഏകപുത്ര, 10 നദി ഉണ്ടാക്കുന്നത് ഒരു പുത്രന് തുല്യമാണ്. ദശപുത്രോ സമാവൃക്ഷ ഏകവൃക്ഷ, 10 പുത്രന്മാരുടെ ഗുണങ്ങളാണ് ഒരു വൃക്ഷം നമുക്ക് നൽകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അറിയാനുള്ളത്, ദേവപാലൻ സാറ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് ഈ സമയത്ത് തന്നെ ഓർമ്മിക്കേണ്ടത് ഓർമ്മിച്ചു ദേവപാലൻ സാറ്. അത് നന്നായി. 100 പുത്രന്മാരെ ഉണ്ടാക്കാൻ പാകത്തിനും കേരളത്തെ മൊത്തത്തിൽ വേറെ എന്തൊക്കെയോ ആക്കി തീർക്കാനും ആയിട്ട് എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവർക്ക് അദ്ദേഹം പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു ഋഷഭദേവന്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പേടിക്കൊന്നും വേണ്ട. നമ്മുടെ രാമസിംഹനെ ഓർമ്മിച്ചുകൊണ്ട് കുറേയധികം വ്യക്തികൾ മാറാൻ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി അവരിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത് 100 പുത്രന്മാരുണ്ടായി എന്നല്ല, 100 പുത്രന്മാർക്ക് തുല്യം ധർമ്മബോധമുള്ള മക്കളുണ്ടായി. അതാണ് നമ്മൾ ഓർമ്മിക്കാനുള്ളത്. അദ്ദേഹം അവരിൽ ജ്യേഷ്ഠപുത്രനാണ് മഹായോഗിയായ ഭരതൻ ഏറ്റവും മൂത്ത പുത്രനാണ്. ഭരതനെ മുൻനിർത്തിയാണ് ഭാരതം എന്ന പേര് വന്നു ചേർന്നത്. അത് ചിലപ്പോൾ പറയും ശകുന്തളയുടെ പുത്രനായ ഭരതനാണ് എന്ന്, കാളിദാസന്റെ കൃതിയായിട്ടുള്ള ഭരതൻ. പിന്നെ രാമസഹോദരനായ ഭരതൻ. ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആരായാലും നമുക്ക് പ്രശ്നമില്ല. ഏതായാലും നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവിന്റെയും പേര് അത് ഒരു പേരേ ഉള്ളൂ. അപ്പൊ പല പേരുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ മാതിരി ക്വിറ്റ് ഇന്ത്യ സമരവും ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പ്രവർത്തിച്ച ആ ഞങ്ങളുടെ ഗാന്ധി, അദ്ദേഹം ഞങ്ങളുടെ സ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്നു, ഈ ലോകത്തില്ല. നിങ്ങളുടെ ഗാന്ധി ഇപ്പോഴും ഈ പാർലമെന്റിനകത്തുണ്ട് എന്ന് പറഞ്ഞ വരി പോലെ, അല്ല കിടിലൻ, ആരും ശ്രദ്ധിച്ചില്ല. അത് നല്ലതാണ്, നല്ല അസല് വരികളാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ഭരതൻ എന്ന് പറയുന്നത് ഇവിടെ ഈ നാഭി രാജർഷിയുടെ പുത്രനായ ഋഷഭദേവന്റെ പുത്രനാണ്. 3 പേരും ഈ പരമ്പരയിൽപ്പെട്ടവരെല്ലാം ധാർമ്മികതയുടെ ഉത്തമ ഉദാഹരണങ്ങളായി എന്ന പേര് വന്നു ചേർന്നത് ഋഷഭപുത്രന്മാരിൽപ്പെട്ടവരാണ്. പുരാണപ്രസിദ്ധമായ നവയോഗിമാര്, അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ നവയോഗിമാര്, 9 യോഗിമാരുണ്ടായിരുന്നു. നവയോഗിമാർ നാരദ വസുദേവ സംവാദത്തിൽ പരാമർശിക്കപ്പെടുന്ന നവയോഗിമാരാണ് ഇവരുടെ പുത്രന്മാരും. അതും കൂടിയുണ്ട്. ഋഷഭപുത്രന്മാരെല്ലാവരും തന്നെ ശ്രോത്രിയന്മാരും യജ്ഞശീലന്മാരും കർമ്മവിശുദ്ധന്മാരുമായിരുന്നു. എല്ലാ മക്കളും എത്ര പേരുണ്ടെങ്കിലും ശരി, അവരെല്ലാം ശ്രേഷ്ഠന്മാരായിരുന്നു, വേദം പഠിച്ചവരായിരുന്നു. അത് മാത്രമല്ല എല്ലാ കർമ്മങ്ങളും അറിയാവുന്നവരായിരുന്നു.
ധർമ്മബോധമുള്ളവരായിരുന്നു. അച്ഛൻ നന്നായാൽ യഥാർത്ഥത്തിൽ മക്കൾ നന്നാവുന്നതാണ് ചില കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഇത് തന്നെയാണ്. നന്മ നിറഞ്ഞ മക്കൾക്ക് നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കൊടുക്കാൻ നന്മ നിറഞ്ഞ മാതാപിതാക്കന്മാരെ ചെറുപ്പം മുതൽക്കേ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ആ നന്മയുടെ പ്രതീകമായിട്ട് തലമുറകളിൽ നിന്ന് അത് വരും. കക്കാനാണ് മക്കളെ പഠിപ്പിച്ചതെങ്കിൽ പ്രധാനമന്ത്രിമാരുടെ പരമ്പരയാണെങ്കിലും കക്കലും 2000 കോടിയും 2 ലക്ഷം കോടിയൊക്കെ മുക്കലും 2G അഴിമതി, 3G അഴിമതി, ആദർശ ഫ്ളാറ്റ് അഴിമതി, പിന്നെ അങ്ങനെ പലതും രാഷ്ട്രപതി ഭവന്റെ പുറകിലുള്ള 40 ഹെക്ടാർ സ്ഥലം ഉൾപ്പെടെ മരുമകൻ കക്കാൻ പോയതൊക്കെ പിടിച്ചു നിർത്തിയത് നമ്മുടെയൊക്കെ ഭാഗ്യം. കാരണം പരമ്പര കക്കലാണ്. പരമ്പര നന്മയാണെങ്കിൽ പരമ്പരയിൽ നന്മകളുണ്ടാവും, പരമ്പര തിന്മയാണെങ്കിൽ അതായിരിക്കും ഉണ്ടാവുക. ഏതാണ്ട് എല്ലാ കാര്യത്തിലും ചില കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അടുത്തത്, ഋഷഭദേവനാകട്ടെ തികച്ചും ആത്മനിഷ്ഠനായിരുന്ന കർമ്മരംഗത്ത് വർത്തിച്ചിരുന്നു. ചില വരികളൊന്നും നമ്മൾ മറക്കരുത്. അദ്ദേഹം ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കർമ്മരംഗത്ത്, ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ആത്മീയത വേണം. ഉഴുന്നുവടയിൽ ഉഴുന്ന് എത്രയുണ്ടോ അത്രയും ഭൗതികത വേണം. ഉഴുന്നുവടയിൽ ഉപ്പ് എത്രയുണ്ടോ അത്രയും ആത്മീയത വേണം. ആ ഉഴുന്നുവടയുടെ ടേസ്റ്റ് ആ ഉപ്പിന്റെ ടേസ്റ്റാ. ഉഴുന്നുവടയിൽ ഉപ്പ് കുറഞ്ഞാൽ ശ്രദ്ധ പോകുന്നത് ഉപ്പിലേക്കാണ്. ഉഴുന്നുവടയിൽ ഉപ്പ് കൂടിയാൽ ശ്രദ്ധ പോകുന്നത് ഉപ്പിലേക്കാണ്. ഉഴുന്നുവടയിൽ ഉപ്പ് നോർമലായാൽ ശ്രദ്ധ പോകുന്നത് ഉഴുന്നുവടയിലേക്കാണ്. അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ ആത്മീയത പരിധിക്കപ്പുറം കുറയാനും പാടില്ല, ആത്മീയത പരിധിക്കപ്പുറം കൂടാനും പാടില്ല. കാരണം നമ്മള് spirituality should not become a disease and offering to the God, വഴിപാടുകൾ should not become the symptom of the disease. അതുകൊണ്ട് നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത്, ആത്മീയതയിൽ ലയിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഭൗതികമായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിനൊരു ഉദാഹരണമാണ് ഋഷഭദേവൻ. ലൗകികങ്ങളായ അനർത്ഥ പരമ്പരകളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്പർശിച്ചതേയില്ല. പരിധിക്ക് അപ്പുറമുള്ള ലൗകികത അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്പർശിച്ചതേയില്ല. കേവല ആനന്ദഭാവം എന്ന് പറയുമ്പോൾ മറക്കരുത്, സത്ത് ചിത്ത് ആനന്ദം. ഈ ആനന്ദം എന്ന വാക്ക് സംസ്കൃതത്തിൽ സ്റ്റെബിലിറ്റി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സത്ത്, ദ ട്രൂത്ത്, ഫാക്ട് ആൻഡ് എസൻസ്. ജീവിത സത്തിനെ കുറിച്ച് അറിയുക, അത് സത്ത്. ചിത്ത്, മനസ്സിൽ ചിന്തകൾ ഉദയം ചെയ്യുന്ന ഭാഗത്തിന്റെ പേരാണ് ചിത്തം. മനസ്സിൽ ചിന്തകൾ ഉദയം ചെയ്യുന്ന ഭാഗത്തിന്റെ പേരാണ് ചിത്തം. സമുദ്രത്തില് ശാന്തമായി കിടക്കുന്ന സമുദ്രവെള്ളത്തിലെ തിരമാലകൾ ഉദയം ചെയ്യുന്ന ഭാഗം പോലെ തന്നെ മനസ്സിലെ ചിന്തകൾ ഉദയം ചെയ്യുന്ന ഭാഗത്തിന് ചിത്തം. ഇപ്പൊ സത്ത, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ചിത്ത, ഫ്രം വെയർ ദ തോട്ട്സ് ആർ ഇവോൾവിംഗ്. ആനന്ദം, സ്റ്റെബിലിറ്റി. നമ്മൾ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. അല്ലാണ്ട് ആനന്ദിച്ചുകൊണ്ട് തുള്ളിച്ചാടി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നവർ ആനന്ദിക്കാറുണ്ടല്ലോ, ആ ആനന്ദമല്ല. പലതരത്തിൽ പലർക്ക് ആനന്ദങ്ങളുണ്ട്. ആ ആനന്ദം ഒന്നും ഇങ്ങോട്ട് എടുക്കരുത്. അതും ഇതുമായിട്ട് ബന്ധമില്ല. കാരണം ഇത് സ്റ്റെബിലിറ്റിയാ. മനസ്സിന് ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരുമ്പോ തളരാത്ത മനസ്സ്. സുഖേഷു വിഗതസ്പൃഹ, സന്തോഷം വരുമ്പോ പരിധിക്കപ്പുറം സന്തോഷം വരുമ്പോ എക്സൈറ്റഡ് ആവാത്ത മനസ്സ്. അങ്ങനെയുള്ള കേവല ആനന്ദ രൂപത്തിൽ മുഴുകി എന്ന് പറഞ്ഞാല് അദ്ദേഹം സ്ഥലകാല ബോധമില്ലാതെ ജീവിച്ചു എന്നർത്ഥമേയില്ല. ഭൗതികതയിൽ മുഴുകി തന്നെ അദ്ദേഹം രാജ്യം ഭരിച്ചു എന്ന അതിന്റെ മുമ്പിലത്തെ വാക്ക് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മഭാവം പൂണ്ട് അദ്ദേഹം വിളങ്ങി. ബ്രഹ്മഭാവം പൂണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട്. അതുകൊണ്ട് സമഭാവന. ആരും നമുക്ക് പരിധിക്കപ്പുറം വേണ്ടവരുമല്ല, ആരും നമ്മൾ ത്യജിക്കേണ്ടവരുമല്ല. നമുക്ക് വേണ്ടവര്, നമുക്ക് വേണ്ടവരെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടവര്, എല്ലാ പ്രജകളും മക്കളെ പോലെ ഒരേ സ്നേഹത്തോടുകൂടി അദ്ദേഹം വിളങ്ങി. ഒരു നടനെ പോലെ കർമ്മരംഗത്ത് സമർത്ഥമായി പെരുമാറി. ആ വരിയുടെ മഹത്വം നോക്കാം. നമ്മുടെ ഈ അടുത്ത കാലത്തെ കുഞ്ഞാലി മരക്കാർ സിനിമയിലും മോഹൻലാൽ അഭിനയിച്ചത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഴശ്ശിരാജയില് മമ്മൂട്ടി അഭിനയിച്ചത് നോക്കാം. അവര് സർവ്വതും മറന്നല്ലേ അഭിനയിക്കുന്നത്. അവര് ശരിക്കും പഴശ്ശിരാജാവായി മാറിയില്ലേ? തച്ചോളി ചന്തുവായി മാറിയില്ലേ? വടക്കൻ വീരഗാഥയില് മമ്മൂട്ടി പൊന്തൻ മാടയായി മാറിയില്ലേ യഥാർത്ഥത്തില് മമ്മൂട്ടി? അവരഭിനയിക്കുകയായിരുന്നോ ജീവിക്കുകയായിരുന്നോ?
ശരിക്കും ഈ അഭിനയം എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ എന്താ യഥാർത്ഥത്തില് ഓരോ തേന്മാവിൻ കൊമ്പത്തയില് ആ മോഹൻലാലിന്റെ അഭിനയം, അവരതിനകത്ത് കാളവണ്ടി ഓടിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ കവിയൂർ പൊന്നമ്മയുടെ വീട്ടിലെ ജോലിക്കാരനായിട്ട് നെടുമുടി വേണുവിന്റെ വീട്ടിലെ ഒരു എല്ലാമായിട്ട് എന്തായിരുന്നു അല്ലേ? ശരിക്കും ഇവരൊക്കെ അഭിനയിക്കുകയാണോ? പക്ഷേ അവരതായി തീരുകയാണ്. നമ്മളുടെ മുമ്പിൽ അവർ മോഹൻലാൽ അല്ല, നമ്മുടെ മുമ്പിൽ അവർ മമ്മൂട്ടിയല്ല, നമ്മളുടെ മുമ്പിൽ അവര് ശരിക്ക് ജീവിക്കുന്നത് അതാണ്. ആ ഒരു നടനെ പോലെ കർമ്മരംഗത്തെ സമർത്ഥമായി പെരുമാറി എന്ന് പറയുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ബാലകൃഷ്ണൻ നായർ ആ പദപ്രയോഗം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അജ്ഞരായ ജനങ്ങളോട് സ്നേഹമോടും കരുണയോടും വർത്തിച്ചു. അറിവില്ലാത്തവരുടെ അടുത്ത് എല്ലാവരും അറിവുള്ളവരാവണമെന്നില്ലല്ലോ. സാക്ഷരത 100% ഇല്ലാതിരുന്നാൽ മതി, ഈ രാജ്യം രക്ഷപ്പെടും. സാക്ഷരത 100% ആണെങ്കിൽ കേരളത്തിന്റെ ഗതിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കരുണയോടും വർത്തിച്ചു. അവരോടൊപ്പം ചേർന്ന് ഓരോരുത്തർക്കും ഉചിതമായ രീതിയിൽ ധർമാർത്ഥ കാമങ്ങളെ കാട്ടിക്കൊടുത്തു. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കാട്ടിക്കൊടുത്തില്ല. എന്താ ഈ ധർമാർത്ഥ കാമങ്ങളെ? നിങ്ങൾ സാധാരണക്കാരാണ്, മോക്ഷത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നിങ്ങൾ ജീവിതത്തിൽ ധാർമ്മികമായിട്ട് ജീവിക്കാം, ധാർമ്മികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, അങ്ങനെ ജീവിച്ചോണ്ട് പോവുക. എന്ത് രസാതെ! മോക്ഷത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇപ്പൊ മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കില്ല. ആ മലയാള വരിയുടെ ബ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഞാനിപ്പോ വരികളൊന്നും അല്ല വായിക്കുക, വാക്കുകളാ വായിക്കുക. ഞാനെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ മനസ്സെന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ പദപ്രയോഗം നടത്തിയതല്ല. ധർമാർത്ഥ കാമങ്ങളെ കാട്ടിക്കൊടുത്തു. പിന്നീട് അവർക്ക് മോക്ഷം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. മോക്ഷമാർഗത്തിലൂടെ പോവാൻ വരട്ടെ പഠിപ്പിച്ചു കൊടുത്തു. ശ്രേഷ്ഠന്മാർ എങ്ങനെ ജീവിക്കുന്നുവോ അതിനെ അനുകരിക്കുക എന്നതാണല്ലോ ലോകഭാവം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാ സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതെ. ഭഗവത്ഗീതയാണ്, എന്നെക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് അറിയാം. അത് കാരണം ഞാൻ അതിന്റെ വിവരണം പറയുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ തത്വങ്ങളും തനിക്ക് പൂർണ്ണമായി തെളിഞ്ഞു കിട്ടുന്നതായിട്ട് ഋഷഭദേവനും വളരെ ഭംഗിയായിട്ട് ഭരതനുമെല്ലാം തോന്നിത്തുടങ്ങി. 9 യോഗികൾക്കും ഭരതനെല്ലാം കൃത്യമായിട്ട് അച്ഛന്റെ പാത പിന്തുടർന്നപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എങ്കിലും വ്യക്തികളുടെ കർമാനുഷ്ഠാനത്തിന് ഭംഗം വരാത്ത വണ്ണം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. അതായത് ഞാൻ ആരാധിക്കുന്ന മാതിരി നീ ആരാധിക്കണം എന്ന് ഭരതനും പറഞ്ഞില്ല, ഋഷഭദേവനും പറഞ്ഞില്ല. ഇതാണ് കറക്റ്റ്. നമ്മുടെ ഇവിടെ ധർമാചാര്യന്മാരുടെ സമ്മേളനത്തില് ചിദാനന്ദപുരി സ്വാമി ഒരു വരി പറയേണ്ടേ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് ഹിന്ദു ധർമ്മം നിഷേധിക്കരുത്, അവഹേളിക്കരുത്. അദ്ദേഹം അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയും ചെയ്തു. എന്നാൽ സമൂഹത്തിന് ചീത്തപ്പേരുണ്ടാകുന്നതും പിന്നീട് വിമർശിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അവഹേളിക്കപ്പെടുന്നതുമായിട്ടുള്ളതിലേക്ക് നമ്മൾ പോകരുത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിദാനന്ദപുരി അങ്ങനെ പറഞ്ഞില്ല. കാരണം ഇന്ന് ഒരു തരത്തിലുള്ള നെഗറ്റീവും ഇല്ലാത്ത ഒരു ധർമ്മമായി കേരളത്തിൽ ഹിന്ദു ധർമ്മം മാറിയിരിക്കുന്നു. ഒരാൾ നെഗറ്റീവ് പറയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വി മുരളീധരൻ ആലഞ്ചേരി കർദിനാളിനെ കാണാൻ പോയി. എന്താ കാരണം? കർദിനാളിന്റെ കൂട്ടത്തിലുള്ള വലിയൊരു വിഭാഗം കർദിനാളിനെ തിരസ്കരിച്ചു. ഇന്ന് രാവിലത്തെ വാർത്തയാണ്. കർദിനാൾ വേണ്ട നമുക്ക്, ഇന്നത്തെയോ വാർത്തയാണ്. ഞങ്ങൾക്ക് ഈ കർദിനാളിനെ അങ്ങനെ ഒന്നും ഹിന്ദു ധർമ്മത്തിൽ ഇപ്പൊ നടക്കുന്നില്ല. അൾത്താരയ്ക്ക് അഭിമുഖമായി അൾത്താരയ്ക്ക് തിരിഞ്ഞ് കുർബാന നടത്തണം, അങ്ങനെ ഒന്നും ഇപ്പൊ ഇവിടെ നടക്കണില്ല. നമ്മുടെ ക്ഷേത്രങ്ങളും എല്ലാ കാര്യങ്ങളും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് പോകുന്നു. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നായരും ഈഴവനും പുലയനും പറയനും സകലമാന വിഭാഗത്തിൽപ്പെടുന്നവരും ഒരേ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. NSSന്റെ ക്ഷേത്രം, SNDPയുടെ ക്ഷേത്രം എന്ന് പോലും ചിന്തിക്കാറില്ല. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുക. പാലാരിവട്ടത്ത് ഇപ്പുറത്തെ NSSന്റെ അമ്പലമുണ്ട്, ഇപ്പുറത്തെ SNDPയുടെ അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ പോയവരെല്ലാം അവിടെ വരും, അവിടെ അമ്പലത്തിൽ പോയവരെല്ലാം ഇവിടെ വരും. പാലാരിവട്ടത്ത് തന്നെ ഉള്ളതാണ്. SNDPയുടെ പല പ്രോഗ്രാമുകളും NSSന്റെ അമ്പല ഹാളിലാണ് നടക്കാറുള്ളത്. ഞാൻ അവിടെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. പലപ്പോഴും NSSന്റെ പല പ്രോഗ്രാമുകളും ആ ഹാൾ അവൈലബിൾ അല്ലെങ്കിൽ ഇപ്പുറത്തെ SNDPയുടെ ഹാളിലാണ് നടക്കുക. ഒരു വ്യത്യാസമില്ല. ഇത് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ പോയാൽ ഇന്ന് ഈ ക്ലാസ് ഒന്നും തീരില്ല കേട്ടോ.
ഏതായാലും നമ്മുടെ ഹിന്ദു ധർമ്മത്തില് ചില തെറ്റുകൾ വരുമ്പോഴത്തേക്കും അത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും ആ ലെവലിൽ എത്തിയത് കൊണ്ടല്ലേ ഓൺലൈൻ ചാനലുകാര് 90% ഓൺലൈൻ ചാനലുകാരും അത് കർമ്മ ന്യൂസും മറുനാടനും ഉൾപ്പെടെയുള്ള അതൊക്കെ അതിന്റെ ഉടമസ്ഥർ ക്രിസ്ത്യൻ പേരുള്ളവരാണ്. അതിൽ മറുനാടനൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ സ്ട്രോങ് ബിലീഫുകളാണ്. പക്ഷെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാ സത്യം പറയുന്നത്. എന്തേ കാരണം? ഇതിനകത്ത് നമുക്കിപ്പോ കോൺഫ്ലിക്റ്റ് ഇല്ല, സന്യാസിമാരുടെ അപജയമില്ല, ധർമ്മത്തിന്റെ അപജയമില്ല, ചിന്തകളുടെ അപജയമില്ല. ദുരാചാരങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ദുരാചാരങ്ങളില്ല. അത് നമ്മുടെ ഒരു ധർമ്മം 10,000 വർഷം പാരമ്പര്യമുള്ള ഒരു ധർമ്മത്തിന്റെ കാര്യമാണ്. മറ്റേത് 1300 വർഷം മകളെ വരെ അച്ഛൻ വ്യഭിചരിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മകളെ അച്ഛൻ. മറ്റേത് ദൈവത്തിന്റെ പേരിലും പള്ളിയുടെ പേരിലും കുരിശിന്റെ പേരിലും നടക്കുന്നത്. അത് 2000 വർഷമേ ആയിട്ടുള്ളൂ. AD 273 കൃത്യം പറയുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം നോക്കുക. നമ്മളെല്ലാവരെയും സ്വീകരിച്ചു. ഞാൻ എവിടെയെങ്കിലൊക്കെ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട് ദൈവദശകം ചേർത്തു. അത് സാറ് അന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ദൈവദശകം ചേർക്കാറുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ലെവലിലേക്ക് എത്തുമ്പോ ഇവിടെ വ്യക്തികളുടെ കർമാനുഷ്ഠാനത്തിന് ഭംഗം വരാത്ത വിധം, ആ വരി എത്ര ഗംഭീരാണെന്ന് നോക്കൂ, വരാത്ത വിധം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പോകുന്നു ഋഷഭദേവന്റെ. അതായത് ഞാൻ പറഞ്ഞതും വിചാരിച്ചതും ചെയ്യുന്നത് മാത്രം ശരിയെന്നല്ല, നന്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും എത്തട്ടെ. ദേശകാലങ്ങൾക്കനുസരണമായി യജ്ഞാതി കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് സ്നേഹമയനായ ഋഷഭദേവന്റെ ഈശ്വര ആരാധന രൂപമായ ഭരണത്തിന് കീഴില്, ഈശ്വര ആരാധനാരൂപമായ ഭരണത്തിന്റെ കീഴില്, ഈശ്വര ആരാധനാരൂപമായ ഭരണത്തിന്റെ കീഴില്. പദപ്രയോഗം നോക്ക, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. വേദത്തിനെ കമച്ചു വെക്കുന്ന മലയാളം. വേദം സംസ്കൃതത്തിലാണ്. ഭരണത്തിന് കീഴില് മറ്റാരിൽ നിന്നും ഒന്നും തന്നെ ആഗ്രഹിക്കേണ്ട ആവശ്യം പ്രജകൾക്ക് വന്നില്ല. ആരുടെ മുമ്പിലും കടമെടുക്കാനായിട്ട് കൈനീട്ടേണ്ടി വന്നില്ല, ആരുടെ മുമ്പിലും യാചിക്കേണ്ടി വന്നില്ല, ആരുടെ മുമ്പിലും ലോൺ എടുക്കേണ്ടിയും വന്നില്ല. ഞാൻ ഇന്നത്തെ വാക്കുകൂടി ചേർക്കാം. അങ്ങനെ കഴിയവേ ഒരു ദിവസം ബ്രഹ്മർഷിമാരെയും പ്രജകളെയും ഒക്കെ വിളിച്ചുകൂട്ടി ഋഷഭദേവൻ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് പുത്രന്മാർക്ക് ദീർഘമായ ഉപദേശ വാക്ക് അരുളി ചെയ്തു, ഉപദേശം കൊടുത്തു. ശരിക്കും ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുക, ഋഷഭദേവന്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട്. കാരണം ആ അച്ഛൻ എന്ത് നന്നായിട്ടാണ് മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ മക്കളിലെ അച്ഛൻ മാതൃകയാവുന്നു മക്കൾക്ക്. മക്കൾ നന്മ സ്വീകരിക്കുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. ഞാൻ ആ ശ്ലോകം വായിച്ച് ബാക്കിയുള്ള ക്ലാസ് നാളെ എടുക്കാം. ന അയം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ ഭോഗാൻ അർഹതേ വിഭുജാം യേ തപോ ദിവ്യം പുത്രക ഏന സത്വം ശുദ്ധേദ്യ അസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. അർത്ഥം സിമ്പിൾ അല്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ആ അർത്ഥം അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. കാരണം ഈ ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം എന്നും അച്ഛൻ മക്കൾക്ക് എങ്ങനെ മാതൃകയായിരിക്കണം എന്നും നിങ്ങൾ നോക്കുക. എന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഷാജഹാന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, ഷാജഹാന്റെ മകൻ ഇതിങ്ങൾ പരസ്പരം കൊന്നും കൊല വിളിച്ചും ഈ പരമപവിത്രമായ ഭാരതം ഭരിച്ചതെന്നാണെന്നും ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കുക. ഇതാണ് ഭാവരാഗ താളമുള്ള ഭാരതവും സെമറ്റിക് മതങ്ങളുടെ ഭരണവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ആത്മീയതയുടെ കൂട്ടത്തില് രാഷ്ട്രവും രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. അവർക്ക് മതം വേറെ, യഥാർത്ഥത്തിൽ രാഷ്ട്രം വേറെ. ആ രാഷ്ട്രത്തിൽ കയറി മതം നഗ്നനൃത്തം നടത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. നമ്മുടെ രാജാക്കന്മാർക്ക് ധർമ്മബോധമുള്ള ഋഷിമാര് ഉപദേശകന്മാരായിട്ടുണ്ടായിരുന്നു. തെറ്റുപറ്റുമ്പോൾ ഋഷിമാര് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. അധികാരം രാജാവിനാണ്, അവകാശം ഋഷിമാർക്കുണ്ടായിരുന്നു. അതാണ് ഭാരതവും അവരും തമ്മിലുള്ള വ്യത്യാസം. ഋഷഭദേവന്റെ ഈ ചരിത്രം ഇങ്ങനെ ഇത്രയൊക്കെ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസം ഇല്ലാതെയാണ് ഞാൻ തുടങ്ങിയത്. എന്നാലും സന്തോഷമുണ്ട്. ജഗതീശ്വരൻ അകത്തും പുറത്തും ഇരുന്ന് നയിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയാൻ സാധിച്ചതെന്ന് മാത്രം പറയുന്നു. ഗോപാലകൃഷ്ണന്റെ പ്രണാമം.
പ്രണാമം, പ്രണാമം. നമസ്കാരം. ഭാഗവതത്തിലൂടെ, ഭാഗവത കഥകളിലൂടെ, ചരിതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ഓരോ കഥയ്ക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഭാഗവതം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭഗവാൻ വേദവ്യാസൻ ദുഃഖിതനായിട്ട്